എനിക്കിന്ന് ഒത്തിരി കാലമായിട്ടുള്ള ഒരു സംശയം മാറി കിട്ടിയത് ലൂക്ക 19:26 ഇങ്ങനെ ഒരു വചനമുണ്ട്, ഉള്ളവന് കൊടുക്കപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളത് പോലും എടുക്കപ്പെടും. അത് സ്വാഭാവികമായിട്ട് ചിന്തിക്കുമ്പോൾ അന്യായമായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഉള്ളവന് വീണ്ടും കൊടുക്കുക, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതും കൂടെ എടുത്ത് മാറ്റുക. അപ്പോൾ അതൊരു ഗ്രോസ് ഇൻജസ്റ്റിസ് എന്നൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നാറുണ്ട്. പക്ഷെ ഇപ്പോഴാണ് ഇതിൻ്റെ പൊരുൾ മനസ്സിലായത്. ദൈവത്തെ പറ്റിയുള്ള ഒരു തെറ്റായ കാഴ്ചപ്പാട്, ദൈവത്തിനെ ഭയക്കുകയും ദൈവം കാർക്കശ്യക്കാരനൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഉള്ള വിശ്വാസം പൊതിഞ്ഞു വെച്ചിട്ട് ആ വിശ്വാസത്തിൽ ആഴപ്പെടാതെ ആ വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരാളുടെ കാര്യമാണ് ഈ പറഞ്ഞത്. അല്ലാതെ ഈ സമ്പത്തിനെ പറ്റിയൊന്നും അല്ല എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. ഞാൻ ഈ സമ്പത്തിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ, ഇല്ലാത്തവനിൽ നിന്ന് അവൻ അത്യാവശ്യം ഉപജീവനത്തിനുള്ളതും കൂടി എടുത്തു മാറ്റുന്ന ഇത്ര ക്രൂരത കാണിക്കുമോ? അപ്പോൾ ആരിൽ നിന്നും കൃത്യമായ ഒരു വിശദീകരണം കിട്ടിയില്ല. ഈ സംശയം ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിലും പല വിശദീകരണങ്ങളും കിട്ടിയെങ്കിലും വളരെ കൺവിൻസിങ് ആയിട്ട് തോന്നിയ ഒരു വിശദീകരണം ഇതായിട്ട് തോന്നി. പിന്നെ ഇന്ന് സങ്കീർത്തനം 27 പാടിയപ്പോൾ ഒരു കാര്യം മാത്രമേ ഞാൻ ചോദിക്കുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇന്നലെ രാത്രി ബ്രദർ ജ്ഞാനത്തിനായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞെങ്കിൽ ഞാനാകെ ഈ ഒരു കാര്യം ചോദിച്ചോളൂ, നിൻ്റെ കൂടെ ആ മാധുര്യം ആസ്വദിച്ച് ജീവിക്കാൻ വേണ്ട ഒരു ജ്ഞാനം, നിത്യജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ജ്ഞാനം മാത്രമേ ഞാൻ ചോദിച്ചോളൂ. അപ്പോൾ അത് തന്നെ സങ്കീർത്തനത്തിൽ പാടി കേട്ടപ്പോൾ എൻ്റെ ആഗ്രഹം തെറ്റല്ല എന്ന് എനിക്ക് ബോധ്യമായി. പ്രൈസ് ദി ലോർഡ്.